നമുക്കൊപ്പം ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്നും നിലമ്പൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി മുബഷീർ. നമ്മൾ കുറച്ച് ദിവസമായി നിലമ്പൂരിൽ ഒരു തിരഞ്ഞെടുപ്പ് ഡെസ്കൊക്കെ തുടങ്ങിയിട്ട് ഒരു ബ്യൂറോ ഒക്കെ തുടങ്ങി കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ നിലമ്പൂരിൽ ഒരു വേള നമ്മൾ സംശയിച്ചു, പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടാവുന്ന സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ? ഇനി ഒരു 10 മാസക്കാലം മാത്രമാണ് ഈ സർക്കാരിന് അവശേഷിക്കുന്നത്, 10-11 മാസം മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് പോലും സംശയിച്ച ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ജൂൺ 19-ാം തീയതി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എത്തുന്നത്. നാളെയായിരിക്കും ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ വരിക. പ്രസ് റിലീസ് പ്രകാരം 19-ാം തീയതി തിരഞ്ഞെടുപ്പും 23-ാം തീയതി വോട്ടെണ്ണലുമാണ് നടക്കുന്നത്. UDF-ഉം LDF-ഉം ഒരു പരിധിവരെ BJP-യും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനുള്ള പ്രാരംഭഘട്ട ചർച്ചകളൊക്കെ നടത്തിയിരുന്നു. മുന്നണികൾ തയ്യാറാണോ മുബഷീർ? തീർച്ചയായും അരുൺകുമാർ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഔദ്യോഗിക പ്രചാരണ പരിപാടികളുമായി മുന്നണികൾ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ സജീവമായിട്ടുണ്ടായിരുന്നു. നമ്മളത് കണ്ടതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് 2 പേരുടെ പേരുകൾ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു സജീവമായ ചർച്ചകൾ ഉണ്ടായിരുന്നത്. KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ മുഹമ്മദിന്റെ മകനായിട്ടുള്ള നിലമ്പൂരുകാരനായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത്, DCC പ്രസിഡന്റ് PS ജോയ്. സ്വാഭാവികമായിട്ടും പല ഘട്ടങ്ങളിലായി ഇരു നേതാക്കളുടെയും പേരുകൾ പല ഘട്ടങ്ങളായി ഉയർന്നു കേട്ടതാണ്. ഒരു ഘട്ടത്തിൽ VS ജോയ്ക്ക് മുൻതൂക്കം എന്ന് പറഞ്ഞതാണ്. അവസാന ഘട്ടത്തിലേക്ക് എടുത്തപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി വരുമെന്ന സാധ്യതകളൊക്കെ തന്നെ പറഞ്ഞിരുന്നു. അനൌദ്യോഗിക പ്രചാരണം ഈ പറയപ്പെടുന്ന 2 പേരുടെയും അനുയായികൾ മണ്ഡലം കേന്ദ്രീകരിച്ച് നടത്തിയതായിരുന്നു. ചുവരെഴുത്തൊക്കെ തന്നെ തുടങ്ങിയിരുന്നു. മുസ്ലിം ലീഗായിരുന്നു ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ UDF-നെ സംബന്ധിച്ച മണ്ഡലത്തിൽ ചുവരെഴുത്ത് തുടങ്ങിയിരുന്നത്. അങ്ങനെ സജീവമായ പ്രവർത്തനങ്ങളുമായി പോകുന്നതിനിടയിൽ നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണം ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും രാജ്യത്തിന്റെ ശ്രദ്ധയൊക്കെ തന്നെ അങ്ങോട്ടേക്ക് പോയൊരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് ഇനി ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന രീതിയിലുള്ള പ്രചാരണം ഒരു ഭാഗത്തുണ്ടായിരുന്നു. അതിനിടയിലാണ് നിലമ്പൂരിൽ രാജ്യവശ മുൻ MLA ആയിട്ടുള്ള PV അൻവർ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പറഞ്ഞിരുന്നത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഇവിടെയുള്ള CPM-ന്റെയും BJP-യുടെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നതായി അൻവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നു. തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് തന്നെ മുന്നണികളൊക്കെ തന്നെ കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലമ്പൂരിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ കാര്യം നേരത്തെ പറഞ്ഞു. ഇനിയിപ്പോൾ CPM-നെ സംബന്ധിച്ച് CPM ഒരു തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം തന്നെ നേരത്തെ അവിടെ തീരുമാനിച്ചതാണ്. നിലമ്പൂർ LDF തുടരും, നിലമ്പൂർ വളരും എന്നുള്ളതാണ് നിലമ്പൂരിനെ സംബന്ധിച്ച് അവർ തീരുമാനിച്ചിരിക്കുന്ന മുദ്രാവാക്യം. വികസനങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നുള്ളതായിരുന്നു നേരത്തെ തന്നെ CPM നേതാക്കളൊക്കെ തന്നെ പറഞ്ഞിരുന്നത്. PV അൻവർ തുടർച്ചയായി കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഇടത് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച മണ്ഡലം. പിന്നീട് പിണറായി വിജയൻ ഉൾപ്പെടുന്ന ഇടതു സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രാജിവെച്ച് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്ന പശ്ചാത്തലത്തിൽ എങ്ങനെയായിരിക്കും ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളത് തന്നെയാണ് നോക്കിക്കാണുന്നത്. വിശേഷം ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അഭിമാന പോരാട്ടമാണ്. പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന വിവരങ്ങളൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. DYFIയുടെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ഷബീറിന്റെ പേര്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷൗക്കത്തിന്റെ പേരുൾപ്പെടെ ഉയർന്നു കേട്ടിരുന്നു. ഒരു ഭാഗത്ത് സ്വതന്ത്ര പരീക്ഷണത്തിൽ CPM വീണ്ടും മുതിരുന്ന രീതിയിലുള്ള പ്രചാരണങ്ങളും ഉണ്ടായിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികളിലേക്ക് തന്നെയാണ് രാഷ്ട്രീയ കേരളം കൗതുകത്തോടുകൂടി ഒറ്റുനോക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന വേളയിൽ തന്നെ UDF-നെ സംബന്ധിച്ച് സ്ഥാനാർത്ഥിയും പ്രഖ്യാപിക്കുമെന്നുള്ളതായിരുന്നു നേരത്തെ തന്നെ നേതാക്കളൊക്കെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഇന്ന് തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നിലമ്പൂരിനെ സംബന്ധിച്ച് ഉണ്ടാകുമോ എന്നുള്ളതാണ് കാണേണ്ടത്. UDF-നെ സംബന്ധിച്ചും ഇത് അഭിമാന പോരാട്ടമാണ്. കാരണം ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സമുന്നത നേതാവിന്റെ കുത്തക മണ്ഡലം, 30 വർഷത്തോളം അദ്ദേഹം MLA ആയിരുന്ന ഒരു മണ്ഡലം PV അൻവറിലൂടെയാണ് വർഷങ്ങൾക്ക് ശേഷം ഇടതുപക്ഷം തിരിച്ചുപിടിച്ചിരുന്നത്. പിന്നീട് ഇപ്പോൾ അൻവറിന്റെ രാജിയൊക്കെ തന്നെ UDF-നെ സംബന്ധിച്ച് വലിയ മുതൽക്കൂട്ടാണ്. വിശേഷം അൻവർ UDF-നാണ് പിന്തുണ കൊടുക്കുന്നത്. നമുക്കറിയാം അൻവറിന്റെ UDF മുന്നണി പ്രവേശനം ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ UDF-നെ സംബന്ധിച്ച് അഭിമാന പോരാട്ടമായി നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് മാറുന്നുണ്ട് എന്നുള്ളതാണ്. NDA സംബന്ധിച്ചും നേരത്തെ വെള്ളാപ്പള്ളി നടേശൻ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ചുങ്കത്രയിൽ സംസാരിക്കവേ നടത്തിയ ഒരു പ്രസംഗമൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അതൊക്കെ തന്നെ NDAക്ക് മുതൽക്കൂട്ടാകുമെന്നുള്ളതാണ് അവരുടെയും വിലയിരുത്തൽ. ഔദ്യോഗിക പ്രചാരണ പ്രവർത്തനങ്ങളുമായി അവരും മുന്നോട്ട് പോയിരുന്നു. എന്തായാലും നിലമ്പൂരിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് ഞാൻ തിരികെ വരാം. ഞാനൊന്ന് VS കൂടി പോയിട്ട്